വിഭുസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരദനിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ. മഹർഷി, എന്താണിത്? പക്ഷികൾ ഭയന്ന് നിലവിളിക്കുന്നു, മൃഗങ്ങൾ പാഞ്ഞോടുന്നു, പ്രകൃതി പോലും ഭയന്ന് കണ്ണു ചിമ്മുന്നു. ദുർനിമിത്തങ്ങളാണല്ലോ ഗുരുദേവ. ഭയപ്പെടേണ്ട, ദുർനിമിത്തങ്ങൾക്കൊപ്പം ശുഭസൂചനകളും കാണുന്നുണ്ട്. ശാന്തനാകൂ മഹാരാജൻ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കൂ. എന്താണ് അച്ഛാ? പ്രപഞ്ചത്തിനാകെ ഒരു മാറ്റം. അവരെല്ലാരും അവിടെ ഭയന്നിരിക്കുകയാണ്. എന്താണെന്ന് വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ. അവരോട് ഭയപ്പെടേണ്ടതില്ലെന്ന് പറയൂ. പരശുരാമൻ, ക്ഷത്രിയ വംശാന്തകൻ ഭാർഗവരാമൻ വീണ്ടും ക്ഷത്രിയ നിഗ്രഹത്തിനുള്ള പുറപ്പാടാണോ മഹർഷി? ഇല്ല, അതാവില്ല. ഇന്ദ്രന് മുന്നിൽ പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ക്ഷത്രിയ നിഗ്രഹം അവസാനിപ്പിച്ചതല്ലേ? പിന്നെ എന്താവും ഭാവം? ദശരഥ പുത്രൻ രാമൻ, വീരൻ, നീ ശൈവജാപം മുറിച്ച കഥ ഞാൻ അറിഞ്ഞു. അത്ഭുതകരമാണ്, അചിന്ത്യമാണ് നിന്റെ കർമ്മം. ആ വർത്തമാനം കേട്ടാണ് ഈ ചാപവുമായി ഞാൻ എത്തിയത്. ഇത് ഭാർഗവരാമന്റെ ചാപം. ഈ വില്ല് കുലച്ച് തൊടുത്ത് നീ നിന്റെ കരുത്ത് കാണിക്ക്. മഹർഷി, രാമൻ വെറും ബാലകനാണ്. അങ്ങ് അവനോട് കരുണ കാണിച്ചാലും. രാമ, നീ മുറിച്ചെറിഞ്ഞ ആ വില്ലും ഇതാ ഈ വില്ലും ഒരേ സമയത്ത് വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. ഒന്ന് ശൈവചാപം, അതു നീ ഓടിച്ചു. ഇത് വൈഷ്ണവചാപം, ഉത്തമവും പരപുരഞ്ജയവുമായ ആയുധം. മഹാത്മൻ, ശൈവജാപത്തോടും വൈഷ്ണവജാപത്തോടും അത് ധരിക്കുന്ന അങ്ങയോടും ഉള്ളു നിറഞ്ഞ ആദരവ് മാത്രമാണ്. ഭൃഗുകുലോത്തമനായ അങ്ങ് ചെയ്ത പ്രവൃത്തികൾ ഞാനും കേട്ടിരിക്കുന്നു. അധർമ്മികളുടെ മേൽ അങ്ങ് നടത്തിയ സംഹാര കർമ്മം ഒരു ക്ഷത്രിയനായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. നമുക്കിടയിൽ ശത്രുഭാവമില്ല. ഇക്ഷ്വാകു വംശ രാജാക്കന്മാർ അധർമ്മികളുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങയുടെ കോപം അനുചിതമാണ് മഹർഷിയെ. ക്ഷത്രിയന്റെ ആയുധം വാക്കല്ല. ഇതാ ഈ വില്ല് കൈക്കൊള്ളൂ, എന്നിട്ട് അസ്ത്രം തൊടുക്കുക. അതിനു സാധിച്ചാൽ നിന്നോട് ഞാൻ ദ്വന്ദ്വയുദ്ധം ചെയ്യും. ഇല്ലെങ്കിൽ നിർദ്ദയം നിന്നെ വധിക്കും. മഹർഷി, ആ വില്ലിങ് തന്നാലും. മഹർഷി, ഋഷിശ്രേഷ്ഠനായ അങ്ങ് എനിക്കും പൂജ്യനാണ്. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് നേരെ ബാണം തൊടുക്കാൻ എനിക്കാവില്ല. എങ്കിലും ഈ അസ്ത്രത്തിന് ലക്ഷ്യം പിളർക്കാതെ വയ്യ. അങ്ങയുടെ ധാർമ്മിക സഞ്ചാരത്തെയോ തപോബലത്താൽ അങ്ങ് സമാർജിച്ച പുണ്യലോകത്തെയോ ഈ വൈഷ്ണവാസ്ത്രം നശിപ്പിക്കും. അതേതാണെന്ന് അങ്ങ് നിശ്ചയിക്കൂ. കുമാര, ഞാൻ കീഴടങ്ങുന്നു. എന്റെ സഞ്ചാരത്തെ ഹനിക്കാതെ ഈ അസ്ത്രം കൊണ്ട് ഞാൻ നേടിയ പുണ്യലോകങ്ങൾ അങ്ങ് എടുത്തുകൊള്ളൂ.